ശരിക്കും 12 ദിവസം കൊണ്ട് ഫസ്റ്റ് എനിക്ക് ഡൗട്ട് ചെയ്യും ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് പഠിക്കാൻ വന്നപ്പോഴും അതിന് ശേഷമുള്ള ഡിഫറൻസ് എന്താന്ന് പറയാം? എൻ്റെ പേര് ജുഹൈന അൻസ്രി. ഞാൻ വരുന്നത് കൊണ്ടോട്ടിയിൽ നിന്നാണ്. ഞാനൊരു ഹോം മേക്കർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാന്നുള്ളത്. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിലാണ് കിമേരനെ കുറിച്ചിട്ട് ഫസ്റ്റ് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 12 ദിവസത്തെ കാര്യം, ശരിക്കും 12 ദിവസം കൊണ്ട് ഫസ്റ്റ് എനിക്ക് ഡൗട്ട് ചെയ്യും ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കുള്ളിൽ നല്ല പാഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഒന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ കിമേരയിൽ വരുന്നത്. സ്റ്റാർട്ടിങ് എങ്ങനെ ഇവിടെ കയറിയപ്പം തോന്നിയോ നമുക്ക് കയ്യോ? ഇല്ല, ഫസ്റ്റത്തെ ഡേ വരുമ്പം എന്താ പറയുക, ഫസ്റ്റത്തെ ഡേ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഇത് ശരിക്കും ഇത്രയും കാര്യം ഒരു ബ്രൈഡിന് ഫുള്ളായിട്ട് ഒരുക്കുക എന്ന് പറഞ്ഞ് കുറച്ച് ഒരു പണിയുള്ള കാര്യമില്ല. അപ്പോൾ നമുക്കത് പറ്റുമോ എന്നുള്ള എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു 2 ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും മാമിൻ്റെ ക്ലാസ്സും നമുക്ക് തരുന്ന ഒരു മോട്ടിവേഷനും പിന്നെ അത് കണ്ടപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അത് പറ്റും, കുറച്ച് നമുക്ക് ഉള്ളിൽ ആ ഒരു ഇത് പാഷനും കൂടി ഉണ്ടെങ്കിൽ എന്തായാലും പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ നമുക്കിപ്പോ ഈ ഒരു കോഴ്സിന് നമുക്കൊരു ഫീ ഉണ്ട്. ഫീ എന്താന്നുള്ളത്, അപ്പൊ ആ ഫീക്ക് നമുക്ക് ഇത് ഉപകാരം ഉണ്ടോ എന്നുള്ളത് ആണ്, വർക്ക് കാര്യങ്ങൾ കിട്ടും എന്നുള്ളത് എന്റെ ഒരു ഇത് കാര്യം ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വർക്കിൽ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വർക്ക് നമുക്ക് എന്തായാലും കിട്ടും. ആ ഒരു കോൺഫിഡൻസ് എന്തായാലും കിമേരന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസിന്റെ ഒരു ഫെയിമിന് അതിന്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെ. കാരണം ഞാൻ പഠിച്ച് ഒരുപാടായിട്ടൊന്നുമല്ല എനിക്ക് ആ ഒരു അവസരം കിട്ടിയത്. അപ്പം ഞാൻ ടെൻഷൻ ഉണ്ടായെന്ന് വെച്ചാൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു എനിക്ക് എൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് നമ്മൾ ആ ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അതിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ പോയി ചെയ്തതും. എനിക്ക് നല്ല രീതിയിൽ അത് ആ വർക്ക് ചെയ്യാനും പറ്റി. എല്ലാവർക്കും ആ വർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അത് എങ്ങനെ ത്രൂ കിട്ടിയ വർക്കാണ്? അതെനിക്ക് ഒരു ഷോപ്പിൽ ഒരു എന്താ പറയുക മോഡലായിട്ട് ഷൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഷോപ്പിൻ്റെ ആൾക്കാർ ത്രൂ എൻ്റെ പ്രൊഫൈൽ കണ്ടതിന് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പം ഇവിടെ എത്ര വർക്ക് എടുത്തിട്ടുണ്ടാവും ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിയതിന് ശേഷം? അത്യാവശ്യം വർക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിലേക്ക് എടുത്ത് പറയാനുള്ള എൻ്റെ ഒരു വർക്കിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബിഗ് ബോസിലെ സൂര്യ മാമിനെ ചെയ്ത് തന്നെയാണ്. ശരിക്കും നമ്മളിപ്പോൾ ആ ഒരു എന്താ പറയുക പൈസ കൊടുത്ത് പഠിച്ചതൊന്നും ഒരിക്കലും നമുക്കത് വെറുതെ ആയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് ആ വർക്ക് ചെയ്യാനും അതിനുള്ള ഒരു കോൺഫിഡൻസും എനിക്ക് ചെയ്യാനും പറ്റി, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നുണ്ട്. നമുക്ക് എന്താ പറയുക നമ്മൾ ഓരോ വർക്ക് കൂടുതൽ എടുക്കും തോറും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നത് ഒരു 12 ഡേയ്സിൻ്റെ ഒരു കോഴ്സ് കൊണ്ട് ഇത് പഠിച്ചത് അത് വെറുതെ എന്തായാലും ആവില്ല. നിങ്ങളത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. താങ്ക് യു.